ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ഷഫീഖ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ദുബായ് പീക്കോക്ക് പാർക്കിലാണുള്ളത്. ഗെയ്സ് നമ്മളിന്ന് ഇവിടെ മയിലിനെ കാണാൻ പോകുന്നത്. അപ്പോൾ പോരൂ, എൻ്റെ കൂടെ പോരൂ, ഞാൻ മയിലിനെ കാണിച്ചു തരാം. കമോൺ. നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് അത്, ഇവിടുത്തെ റോഡാണ്. ഇവിടെ മയിലുകളെ നമുക്ക് കാണാൻ പറ്റും നടന്നു പോകുമ്പോൾ. ഒച്ച ഉണ്ടാക്കാതെ പോരണം. ഓക്കെ, സി ദ ഫസ്റ്റ് മൈൽ നമ്മൾ കണ്ടു. ഇതേ മൈൽ ഇതേ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ, എന്ത് ക്യൂട്ടാ കാണാൻ എന്തൊരു ഭംഗിയാണ്. കണ്ടോ, പതുക്കെ പോകുന്നുണ്ടോ, കാറ് ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ആളിന് അവർ മൈൻഡാണ്ടോ, കൂളായിട്ട് നടന്നു പോകുന്നത്. ഓ, അത് പോയി ഗെയ്സ്. നമുക്ക് ഇനി കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു പോകാം. സി ആ മയിൽ അങ്ങനെ നടന്ന് അങ്ങനെ അതിലൂടെ പോകണം. അവിടെ കണ്ടോ, അവിടെ കുറേ കാറുകളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൂടെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. നമുക്ക് ഫ്രണ്ടിലോട്ട് നടന്നു പോവാം. ടൺ 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 ടൺ. ഇവിടെയാണ് പീക്കോക്ക് പാർക്ക് എന്ന് പറയട്ടോ. ഇങ്ങോട്ട് ഇത് നമ്മൾ ദുബായ് എമിറേറ്റ്സ് ടവറിൻ്റെ അടുത്താണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, മയിലിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. പിന്നെ കുറേ കാറിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ എത്തുമ്പോൾ ഒന്ന് സ്ലോ ആക്കിയിട്ട് മയിലിനെ കണ്ടിട്ട് അങ്ങനെ പോവും. പിന്നെ ഫോട്ടോ എടുക്കാൻ വരുന്നവർ, വീഡിയോസ് എടുക്കാൻ വരുന്നവരൊക്കെ ഉണ്ട്. ഇതുണ്ട് ഇവിടെ ഈ പാറമ്മ ഒരു മയിലിരിക്കുന്നു. ഇത് പെൺമയില തോന്നുന്നു. അത് കണ്ടോ ഇവിടെ ഇരിക്കുന്ന. ഓ, രണ്ട് മയിൽ. എന്താണ് ഇതിൻ്റെ പീലി നോക്കി, എന്ത് ക്യൂട്ടാണ്. നമ്മൾ എത്ര അടുത്ത് വന്നിട്ടും മയിൽ അങ്ങനെ നമ്മുടെ നാട്ടിൽ പോലെ അല്ല. പക്ഷെ എൻ്റെ വീടിൻ്റെ അടുത്ത് പറമ്പിലൊക്കെ മയിലുകൾ വരും. പക്ഷെ നമ്മളൊന്ന് കണ്ടാൽ, നമ്മളൊന്ന് ഒച്ച വെച്ച് കഴിഞ്ഞാൽ അപ്പം അവർ ഓടിപ്പോവും. ഇവിടുത്തെ മയിലുകൾ അങ്ങനെയല്ല കേട്ടോ. അത്യാവശ്യം അടുത്ത് ചെല്ലുമ്പോഴൊന്നും അവരങ്ങനെ അകന്നു പോകുന്നില്ല. എന്നാലും നമ്മളവിടെ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. ഇതാണ്, ഞാൻ അതിൻ്റെ അടുത്ത് വന്നേക്കുവാണ്. ഇപ്പം എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി പോരാ, പക്ഷെ റിയൽ കാണുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടില്ലല്ലോ. ലുക്ക് ആൻഡ് ഫീൽ കിട്ടില്ലല്ലോ. അപ്പോൾ ഈ മയിൽ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്നു. ഞാൻ അതിൻ്റെ പുറകെ പോയിട്ട് ഷൂട്ട് ചെയ്യണേ. എന്ത് രസമാണ് അത് നടക്കുന്നത് കാണാൻ. വാവ്, ലുക്കിംഗ് സോ ഓസം. വാവ്, ഇതാണ്ട് അടുത്തിവിടെ പ്രാക്കിലൊക്കെ ഉണ്ട്. അതേ അടുത്ത കാർ ഇത് കൂടെ പോകുന്നുണ്ട്. ഈ മയിൽ അവിടെ റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ നമ്മുടെ സൈഡിലൊക്കെ ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി തിന്നുന്നുണ്ടോ. ഇത് അടുത്ത മയിൽ. ഓ, ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ കാലിന് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഉണ്ടോ. മറ്റേ മയിലിനൊന്നും പ്രശ്നമില്ല, ഈ മയിലിന് നടക്കാൻ എന്തോ ഒരു ഇത് പോലെ ഫീൽ ചെയ്യുന്നു. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല പീലുള്ള മയിലാണ്. പക്ഷെ എനിക്കിത് ഒന്ന് നൃത്തം വെച്ച് കാണാൻ പറ്റിയില്ല ഗൈസ്. നൃത്തം വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും, ചിറകെല്ലാം വിടർത്തി കഴിഞ്ഞാൽ അറിയാമല്ലോ. പക്ഷേ അത് അവർ ചെയ്തില്ല. ഒന്ന് നൃത്തം വെച്ച് തരുമോ മയിൽ? ഹലോ മയിൽ ഗൈസ്, മയിൽ നൃത്തം വെക്കാം. മയിൽ നൃത്തം കാണുമോ? നമ്മളിന്ന് കാത്തിരുന്ന് കാണാം ഗൈസ്. സ്റ്റേ ട്യൂൺ, ഡോണ്ട് സ്കിപ്പ് ദ വീഡിയോ. മയിൽ നൃത്തം വെക്കുമോ ഇല്ലേ നമുക്ക് കാണാം. ദേ മയിൽ തിരിഞ്ഞ് അയവ. ഓ, നമ്മളെ നാട്ടിലൊക്കെ ഇതിൻ്റെ പീലി കണ്ടിട്ടില്ല, ഇങ്ങനെ ചിലരുടെ വീട്ടിലൊക്കെ കാണാം ഈ മയിൽ പീലിയെല്ലാം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നു. അതുപോലെ ഉണ്ട്. എന്താ നല്ല നല്ല നീളമുള്ള മയിൽപ്പീലിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നേരിട്ട് നമുക്ക് ശരിക്കും വളരെ ക്ലോസ് ആയിട്ട് നമുക്കിത് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതിൻ്റെ അതൊക്കെ കണ്ട ആ ഒരു വെൽവെറ്റ് പോലത്തെ കളറ്, ബ്ലൂ കളർ, ഭയങ്കര ഷൈൻ ചെയ്യുന്ന കളറ്, ആ ഗ്രീനറി, ആ ബ്ലൂ. മയിൽപ്പീലിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സംഭവമാണല്ലോ. മയിൽപ്പീലി ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലോ. മയിലിനെ കണ്ടാലും നോക്കാത്തവർ, മയിൽപ്പീലി ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല.
സോ മയിലിനെ പ്രണയിക്കുന്നവർ, മയിൽപ്പീലിയൊക്കെ ഇങ്ങനെ നേരിട്ട് കാണണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നു കേട്ടോ. ദുബായിൽ ജുമേറ എമിറേറ്റ്സ് ടവർ എന്ന് പറയുന്ന അടുത്ത് പീകോക്ക് പാർക്കിൽ വന്നാൽ മതി. നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് മസ്റ്റ് വിസിറ്റാണ് ഈ ഒരു ലൊക്കേഷനിൽ. കണ്ടോ അവിടെ കാർ പാർക്കിംഗ് ആണ്, കാർ പാർക്കിങ്ങിലോട്ടാണ് അത് പോകുന്നത്. ഞാൻ അതിൻ്റെ പുറകെ പോയിട്ട് കുറച്ചൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്തു. ഭയങ്കര അടിപൊളി സ്ഥലമാണത്. കണ്ടോ ഇതാണ് ആ മയിലിൻ്റെ ആ ഒരു കേന്ദ്രം, സങ്കേത കേന്ദ്രം എന്ന് പറയില്ലേ. ആ മരം കണ്ടല്ലോ, ട്രീ, അതുമാണ് ഒരുപാട് മയിലുകളുള്ളത്. ഇതേ അടുത്ത മയിൽ നടന്ന് വരുന്നു കണ്ടോ, അവിടുന്ന് നടന്ന് വരുന്നു, സൈഡിൽ നിന്ന് നടന്ന് വരുന്നു. വാവ്, നൈസ്. ഹായ് മയിൽ, നൈസ് ടു മീറ്റ് യു ഗെയ്സ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. ഓ മയിൽ ഓടിപ്പോയി, ഒന്ന് നൃത്തം വെച്ചിരുന്നെങ്കിൽ അവിടുന്ന്. ഓ കഴുത്തെല്ലാം എത്തി നോക്കുന്ന ആ നടത്തം കണ്ടോ, എന്താ സ്റ്റൈലിഷ് നടത്തം. കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആളിങ്ങനെ കഴുത്തോണ്ട് ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ ആ ഒരു ഭംഗിയുണ്ടല്ലോ. വൈൽഡ് ലൈഫൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോ, ഒരു DSLR ക്യാമറ എടുത്തിട്ട് വന്നോ, കിഡിലൻ ഫോട്ടോസ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. 100% ഷുവറാണ്. വൈൽഡ് ലൈഫ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മിസ്സായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലാണോ നിങ്ങൾ മസ്റ്റ് വിസിറ്റാണ് പീകോക്ക് പാർക്ക്. അഥവാ നമുക്കൊരു എക്സ്പെൻസും ഇല്ല. ജസ്റ്റ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ എമിറേറ്റ്സ് ടവർ വന്നിറങ്ങുക, ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയത്തിൽ വരിക. ഞാൻ മ്യൂസിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, മ്യൂസിയത്തിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മയിലിനെ കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ ഭയങ്കര എക്സൈറ്റഡ് ആയി മയിൽ. കാരണം എൻ്റെ വീട്ടിൽ അവിടെ പറമ്പിലൊക്കെ മയിലുകൾ വരാറുണ്ട് ഇടയ്ക്ക്, എപ്പോഴെങ്കിലും വരുള്ളൂ. പക്ഷേ അവരൊക്കെ പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് മയിൽ അവിടെ നിന്ന് ഓടി പറന്ന് പോവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഗൈസ് ഇവിടെ കണ്ടു, ഇവിടെ ഒരു മയിൽ ഇവിടെ പുല്ലിൽ കാലെല്ലാം സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട്. ഇതേ അടുത്ത മയിൽ, അതിന് പീലില്ലാത്ത മയിലാണ്. ഈ മയിലിനെ കാണാൻ നല്ല ഭംഗി. ഇതുപോലത്തെ ഒരുപാട് മയിലുകളുണ്ട് കേട്ടോ. നമുക്ക് ആ മയിലുകളുള്ള ആ ഒരു ഇതിലോട്ട് പോകാം. എന്താ പറയുക, ആ ഒരു മരം ഉണ്ട് ഇവിടെ, ആ മരം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ മയിലിനെ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. കണ്ടോ എന്ത് ഭംഗി. ഞാൻ ഈ മയിലിനെ തന്നെ ഷൂട്ട് ചെയ്യുന്നത്, കാരണം ഞാൻ വേറെ ഒന്നും എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മയിലിനെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മയിലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ മയിലിനെ കണ്ടാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതാണ് ഗൈസ് ആ മരം. കണ്ടോ ഈ മരം കണ്ടോ, ഈ മരം കണ്ടോ, ശരിക്കും നല്ല അടിപൊളിയായിട്ട് അവർ അതിൻ്റെ ശാഖകളെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെ ഈ ട്രീയുടെ ഈ എന്താ പറയുക ശാഖകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ എത്ര മയില, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 23 24 25. ഓ മൈ ഗോഡ്, ഒരു 10-25 മൈൽ കൂടുതലുണ്ട്. കണ്ടോ ഇതിൻ്റെ മുകളിലാണ് എല്ലാം വന്നിരിക്കുന്നത്. കുറേ മൈലുകൾ ഇതിൻ്റെ താഴെ ഉണ്ട് കേട്ടോ, കുറേ എണ്ണം ഞാൻ കൗണ്ട് ചെയ്തില്ല. അത് ഫ്ലൈ ചെയ്ത് കണ്ട അയിമ ചെന്നിട്ട് ഇരുന്ന് എന്തോ ഭംഗിയെന്നറിയോ. മൈ ഗോഡ്, ഞാൻ ശരിക്കും സർപ്രൈസ് ആയി പോട്ടെ. മയിലിനെ ഞാൻ ദുബായിൽ വന്നിട്ട് ഇന്നാണ് ശരിക്കും ഇത്ര അധികം മയിലിനെ കാണുന്നത്, അതും ഇത്ര ക്ലോസ് ആയിട്ട് കാണുന്നത്. സോ ഗൈസ്, നെവർ മിസ്, മസ്റ്റ് വിസിറ്റ് ദ പ്ലേസ്. ലൊക്കേഷൻ വരുന്നത് ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയം, നമ്മുടെ എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷൻ ഇറങ്ങുക, ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയം വരിക. അവിടെ വന്നിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ചോദിച്ചാൽ മതി പീകോക്ക് പാർക്ക് എവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. സോ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സ് ആൻഡ് ഓൾ. താങ്ക് യു ഫോർ ദ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഷെഫി. ടാറ്റ, ബൈ ബൈ, സി യു നെക്സ്റ്റ് വീഡിയോ.